ഒരു പ്രധാന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണത്തെ പറ്റിയാണ്. അപ്പോൾ അന്വേഷണം എന്ന് പറയുന്നത് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് വന്നു എന്നുള്ളതാണ്. അവരന്വേഷിക്കുമ്പോൾ മറ്റ് ഏജൻസികളൊന്നും അന്വേഷിക്കാൻ പാടില്ല, അതാണ് അതിൻ്റെ നടപടി. ഇവർ സീരിയസ് ഫ്രോഡ് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണത് ഇവർ. അപ്പോൾ അത് വന്നേക്കുന്നത് ഒരു ശകലം ബുദ്ധിമുട്ട് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും ഉണ്ടാകും എന്നുള്ളതിന് വലിയ സംശയമൊന്നുമില്ല. ഇതിനകത്തുള്ള കാര്യം നമ്മൾ നോക്കുമ്പോൾ ഈ CMRലും അതേപോലെ തന്നെ KSIDCയും പിന്നെ ശ്രീമതി വീണ വിജയൻ്റെ, അതായത് 1% കമ്പനി ആയിട്ടുള്ള എക്സാലോജിക്കും, ഈ ഒരു 3 കൂടെ ചേർന്നുള്ള ഒരു അച്ചുതണ്ടാണ് ഇതിനകത്ത് കാര്യങ്ങൾ നിർവഹിച്ചു പോയത്. KSIDCക്ക് അത് 13.5% ഓഹരി ഇതിലുണ്ട്. അവർ ഡയറക്ടർ CMRലുണ്ട്. അവർ അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗവുമാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ബോർഡ് എടുക്കുന്ന തീരുമാനത്തിനെല്ലാം അതിൻ്റെ ഡയറക്ടേഴ്സിന് ബാധ്യതയുള്ളതാണ്. അപ്പോൾ KSIDCക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ല അവരെടുക്കുന്ന തീരുമാനങ്ങൾ. ഇതിനകത്ത് പുറത്തു വന്ന വിവരം എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ CMRൽ അവർ ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടി കൊടുത്ത അതിനകത്ത് കിക്ക് ബാക്സ്, അതായത് വെറുതെ ഓരോരുത്തർക്ക് കൈക്കൂലി കൊടുത്ത കാശിന് ഇൻകം ടാക്സ് എക്സംഷൻ ചോദിച്ചാണ് പ്രശ്നം വന്നത്. അത് കഴിഞ്ഞപ്പോൾ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് അന്വേഷിച്ചിട്ട് ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് അവർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിലാണ് ഈ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും ഒക്കെ എതിരെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നത്. അതിൽ ഈ അക്ഷരങ്ങൾ എഴുതി കുറേ പേർക്ക്, അതായത് അത് അവർ പണം പറ്റി എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് അത് ഓരോരുത്തരുടെയും. അപ്പോൾ അതിൽ ഒരാൾ എന്ന് പറയുന്നത് PV, അത് പിണറായി വിജയൻ ആണ് PV എന്നുള്ളതാണ് അത് ഇന്ന് മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവും, അത് വായിച്ചു കഴിഞ്ഞാൽ മുഴുവൻ വായിച്ചാൽ മനസ്സിലാവും. കാരണം അതാരാണ് എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേര് ഇന്നതാണ് എന്ന് എല്ലാവരുടെയും ഇട്ടിട്ടുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട് അതിനകത്ത്, RC എന്നെടുത്തിട്ടുണ്ട്. ശ്രീ KK കുഞ്ഞാലിക്കുട്ടി ഉണ്ട്, അതേപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി, പിന്നെ തുടങ്ങിയ ആളുകളുടെ പേര് അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരാൾ ഒഴികെ, അതായത് ഈ ശ്രീ പിണറായി വിജയൻ ഒഴികെ ബാക്കി എല്ലാവരും അത് സമ്മതിച്ചു, പണം വാങ്ങി. പക്ഷെ അത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണെന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. ഇനി പാർട്ടിക്ക് വേണ്ടി വാങ്ങുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അത് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ പാർട്ടിക്ക്. അതായത് ഒരു രജിസ്റ്റേർഡ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക്, അതായത് നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇതുപോലെ ഒരു കമ്പനി പണം എന്തെങ്കിലും കൊടുത്താൽ അതിന് ഉറപ്പായിട്ട് അവർക്ക് ഇൻകം ടാക്സ് എക്സംഷൻ കിട്ടും. പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്ന സംഭാവനകൾ എക്സംപ്റ്റഡ് ആണ്. അങ്ങനെ ഉള്ളപ്പോൾ ഇത് ഒളിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അവർക്കത് പരസ്യമായിട്ട് അത് കൊടുത്തിട്ട് ഇത് കണക്കിനകത്ത് കാണിക്കാം, ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇത്ര കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ രീതിയിൽ പണം പറ്റിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആണെന്ന് പറയുന്നതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ട് അവർക്കൊക്കെ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത് എന്തായാലും അത് ശരിയായ ഒരു നടപടിയല്ല. ആ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുത്തു എന്ന് പരസ്യമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കാണുന്നില്ല, അതാണ് പ്രശ്നം. പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കണക്ക് കൊടുക്കാൻ ഇതിന് എക്സംഷൻ അർഹതയുള്ളതാണ്. അത് ഇത് ഒളിച്ചു വെച്ച് ഇങ്ങനെ കുറിപ്പിനകത്തൊന്നും എഴുതി ഈ PV KK എന്നൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല, അതാ കാര്യം. ഇനി ശ്രീ പിണറായി വിജയൻ അല്ല ഈ PV എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അതിനകത്തുള്ള കാരണം ഈ ശ്രീമതി വീണ വിജയൻ്റെ അച്ഛൻ താനല്ല എന്ന് അദ്ദേഹം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനകത്ത് അത് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. കാരണം അതായത് ഈ വളരെ വലിയൊരു പേഴ്സണാലിറ്റി, പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയുടെ മകള് ആണ് ഈ ശ്രീമതി വീണ തൈക്കണ്ടിയിലോ അങ്ങനെ എങ്ങാണ്ട എഴുതിയിരിക്കുന്നത്. വീണ വിജയൻ എന്നല്ല, വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അത് വായിച്ചാൽ മനസ്സിലാവും അത് ശ്രീ പിണറായി വിജയൻ്റെ മകൾ തന്നെയാണ്. ശ്രീ പിണറായി വിജയൻ അത്രത്തോളം ഇതിന് ഈ
ഈ കിക്ക് ബാക്ക് അവർക്ക് കൊടുത്തതിന് എല്ലാം ഇദ്ദേഹം ഉത്തരവാദിയാണ് എന്നുള്ളത് അത് കണ്ടാൽ അറിയാം. കാരണം ആ കമ്പനിക്ക് CMRLന് വഴിവിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു എന്നുള്ളത് ഇനി പ്രശ്നമാവും. അപ്പോൾ ഈ സീരിയസ് ഫ്രോഡ് അന്വേഷിച്ച് വരുമ്പോൾ ഈ പ്രശ്നം വെളിയിലേക്ക് വരും. അത് വളരെ ഗുരുതരമായ ഒരു കാര്യങ്ങളിലേക്ക് നയിക്കും. അതൊരു പ്രശ്നമാണ്. പിന്നെ അത് ഇനിയിപ്പോൾ ശ്രീമതി വീണ വിജയനിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നുള്ളത് കണ്ടറിയണം. എത്താനുള്ളതാണ് സകല സാധ്യതയും. കാരണം അവർ ആദ്യം CMRLൽ 2 ദിവസത്തോളം അവർ റെയ്ഡ് നടത്തി, അവർ പരിശോധിച്ചു, സെർച്ചായിരുന്നു നടത്തി. ഇങ്ങനെ ഇതേപോലെ നേരത്തെ അത് പിന്നെ CMRLൽ നേരത്തെ ആളുകൾ കയറി ഇറങ്ങി ഇതേപോലുള്ള രേഖകളൊക്കെ എടുത്താണല്ലോ ഇത് വെളിയിൽ വന്നത് മുഴുവൻ, അല്ലേ വരികയല്ല. അത് കഴിഞ്ഞപ്പോൾ ഉടനെ അടുത്തതായിട്ട് അവർ പരിശോധിച്ചത് ഇപ്പോൾ KSIDCയിലാണ്. KSIDCയിലെ പരിശോധന വന്നു കഴിഞ്ഞപ്പോൾ ആ പരിശോധനയുടെ സമയത്ത് തന്നെ കേരള ഹൈക്കോടതി കൊണ്ടുവന്നൊരു റിട്ടേൺ കൊടുത്തു കേട്ടോ. ഇത് അവർക്ക് നോട്ടീസ് കൊടുത്തില്ല, അവർ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അവരെ അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഭയമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ അന്വേഷണം തടയാൻ പോകുന്നേ? അപ്പം അന്വേഷണം തടയാൻ പോകേണ്ടത് ആർക്കാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. KSIDC എന്ന് പറയുന്ന അതിന് ജീവനുള്ള ഒരു സാധനമല്ലല്ലോ. അതിനകത്ത് അതൊരു കമ്പനിയാണ്, അതായത് പബ്ലിക് കമ്പനിയാണ്. അത് നമ്മളെ പബ്ലിക്കിൻ്റെതാണ്. അതായത് ഗവൺമെൻറ് കമ്പനിയാണ്. ഇറ്റ്സ് എ ഗവൺമെൻറ് കമ്പനി. അപ്പോൾ അവർക്ക് ഷെയർ ഉണ്ട് അതിനകത്ത്. ഇന്ന് അന്വേഷണം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാത്രമല്ല, ഇതിനകത്ത് ഈ KSIDCക്ക് ഈ അന്വേഷണം തടയുക എന്ന് പറയുന്നത് എന്ത് വിവരക്കേടെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതായത് ഇത് വഴിവിട്ട, അതായത് 13.5% അവർക്ക് ഓഹരിയുണ്ട്. അതിനനുസരിച്ചുള്ള ഡിവിഡൻഡ് ലാഭം ആ കമ്പനിയിൽ നിന്ന് കിട്ടണം. ആ ലാഭം ആ CMRL ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഇതുപോലെ കിക്ക് ബാക്ക് കൊടുത്തതും, അതായത് കൈക്കൂലി കൊടുത്ത പണവും എല്ലാം കൂടി ഇതിനകത്ത് ചേർത്തിട്ട് ഇത് മുഴുവൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചില വായിലേ പോയി എന്നുള്ളതാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. എല്ലാം ചില വായിപ്പോയി. അങ്ങനെ വരുന്നുടനെ ഏതാണ്ട് 18 കോടി രൂപയോളം യഥാർത്ഥത്തിൽ KSIDCക്ക് നഷ്ടം വന്നാണ്. അവർ 18 കോടി രൂപയോളം കൊടുക്കണം ഇങ്ങോട്ട്. പക്ഷേ KSIDC എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമല്ല, അത് ആണല്ലോ. അപ്പോൾ അത് ആർക്കും കയറി എന്തും ചെയ്യാവുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ KSIDC നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ വ്യവസായ വകുപ്പ് ഒക്കെ ഇതിന് ഉത്തരം പറയേണ്ട കാര്യമാണ്. ഈ 18 കോടി രൂപ അവരുടെ നിന്ന് കിട്ടാനുള്ളത് കിട്ടാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വേണ്ടത്. കാരണം ഇതിൻ്റെ അന്വേഷണം അവിടെ നിലച്ചു കഴിഞ്ഞാൽ ഈ പണം കൊടുക്കണ്ടല്ലോ. ഈ പണം എന്തുകൊണ്ട് വാങ്ങിയെടുക്കുന്നില്ല CMRLൻ്റെ കയ്യിൽ നിന്ന്, KSIDC വാങ്ങിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം അതിന് ഉത്തരം ആര് പറയും? വ്യവസായ വകുപ്പ് മന്ത്രി ഒക്കെ ഓരോ കാര്യങ്ങൾ ചുമ്മാ വെറുതെ വിളിച്ചു പറയല്ലേ. ഇതറിയാൻ വയ്യാതല്ലോ. അദ്ദേഹത്തിനൊക്കെ ഇത് പറയാതിരിക്കാൻ വേറെ മാർഗമില്ല. എന്തെങ്കിലും അടച്ചു കെട്ടി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഉൾപ്പെട്ടേക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ്. അപ്പം ഈ രാജകുമാരിയും ഒക്കെ വരുന്നുടനെ അവർക്ക് ആ രീതിയിലേ പറയാൻ പറ്റുള്ളൂ. അതായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എത്ര നാളിങ്ങനെ സംരക്ഷിക്കാൻ പറ്റും വഴിവിട്ട്? ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പണമില്ല എന്ന് പറയുന്നു, പക്ഷെ പണത്തിൻ്റെ ചിലവുണ്ടാകുന്ന മാർഗം നമ്മൾ കണ്ടല്ലോ. ഓരോരുത്തരുടെ വായിലേക്ക് പോവുകയാണ് ഈ പണം. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പബ്ലിക്കിൻ്റെ പണമാണ്. ഇനി അതിന് റിട്ട് കൊടുക്കാത്ത, അതിന് വാദം പറഞ്ഞ് ഇത് മുടക്കാൻ, അതായത് ഈ അന്വേഷണം ഇടയ്ക്ക് അതൊന്ന് വാങ്ങിച്ച് ഒരു ഇടക്കാല വിധിയിലൂടെ അത് വാങ്ങിയെടുക്കാൻ വേണ്ടി കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അതിന് 25 ലക്ഷം രൂപ ഡെയിലി ചാർജ് ചെയ്യുന്ന, ഒരു സിറ്റിങ്ങിന് ചാർജ് ചെയ്യുന്ന ഒരു അഭിഭാഷകനെയാണ്, സീനിയർ അഭിഭാഷകനെ, ഡെസിഗ്നേറ്റഡ് സീനിയർ കൊണ്ടുവന്നാണ് ആർഗയിപ്പിച്ചത്. ഇപ്പോൾ 2 തവണയായി. അപ്പോൾ 25 50 ലക്ഷം പോയി. ആരുടെ പോയി? ഇത് ശ്രീ പിണറായി വിജയൻ്റെ ഒന്നും പോകത്തില്ല, CPM എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒന്നും പോകത്തില്ല. ഇത് പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരും സാധാരണക്കാരും ഉൾപ്പെടുന്ന ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്താണ് ഈ പണം കൊടുക്കുന്നത്. ഈ പണം കൊടുത്തിട്ട് ഇത് പൊതുമേഖലാ സ്ഥാപനത്തിന് കിട്ടാനുള്ള പണം ഇല്ലാതാക്കണം. 18 കോടി രൂപ CMRLൻ്റെ നിന്ന് കിട്ടാനുള്ളതാണ്. ഈ അന്വേഷണം നിലച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഈ അന്വേഷണം ഇത് കഴിഞ്ഞാൽ ഇനി എങ്ങോട്ടെത്തും? ശ്രീമതി വീണ തേക്കണ്ടിയിലേക്ക് പോകും. അതെല്ലാവർക്കും അറിയാം. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് KSIDCയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഇതിന് പുറത്ത് വരെ ഇപ്പോൾ, കാരണം ശ്രീമതി വീണ തേക്കണ്ടിയുടെ ആ കമ്പനി 1% കമ്പനി എന്ന് പറയുന്ന എക്സാലോജിക്ക് ഇപ്പോൾ ഡോർമെൻ്റ് ആക്കി വെച്ചേക്കാണ്. ഡോർമെൻ്റായിട്ട് ഉള്ളതിന് ആപ്ലിക്കേഷൻ കൊടുത്തു. അതിന് തന്നെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ഈ ഡോർമെൻ്റ് ആക്കിയത്. ആ ഡോർമെൻ്റ് ആക്കാൻ കൊടുത്ത കാരണങ്ങളെന്ന് പറയുന്നത്, അത് കള്ളത്തരമാണ്, മുഴുവൻ കുഴപ്പം പിടിച്ചതാണ് എന്നുള്ളതാണ്
ഇപ്പോൾ പുറത്ത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. കാരണം ഞാനത് കണ്ടില്ല, ആപ്ലിക്കേഷൻ ഞാൻ കണ്ടില്ല, അതിനകത്ത് എന്ത് എഴുതി കൊടുത്തതെന്ന് കാണാത്തിടത്തോളം കാലം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, വീണ്ടും കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് അങ്ങനെയാണ്. പക്ഷേ ആ ഇൻറ്ററിം ഇൻകം ടാക്സിൻ്റെ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ ഉത്തരവ്, അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. അതിൻ്റെ പുറത്ത് വേറെ നടപടികളെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സിൻ്റെ ആ പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം തീർന്നു. അപ്പോൾ ഇവിടെ KMRL അവർ ഈ ഫൈൻ അടിച്ചു, അതായത് അതിൽ നിന്ന് അവർ കുടിച്ച അതിൻ്റെ മുഴുവൻ വാങ്ങിച്ചു, അതിൻ്റെ പെനാൽറ്റി വാങ്ങി, ഇതെല്ലാം വാങ്ങി, അവരെ പ്രശ്നം തീർന്നു. പക്ഷേ അവരുടെ പ്രശ്നം തീർന്നാലും ഈ കുടം തുറന്നു വിട്ട ഭൂതം അങ്ങ് അകത്ത് കയറിയിട്ടില്ലല്ലോ കുടത്തിനകത്ത്. ഭൂതം ഇങ്ങനെ വെളി നീക്കിയല്ല. ഇപ്പോൾ ഈ കിക്ക് ബാക്സ് വാങ്ങിയ ആളുകൾ, അതായത് ഏതാണ്ട് 1,72,72,00,000 രൂപയും കണ്ടാണ് ശ്രീമതി വീണ തൈക്കണ്ടിയുടെ ഈ കമ്പനി 1% കമ്പനി ഇവരുടെ ഇന്ന് CMRൻ്റെ ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാസം തോറും ഇങ്ങനെ കാശ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവനം കൊടുക്കുന്നത് ഒരു സേവനവും ഇല്ലെന്നുള്ളതാണ്. അത് വെളി വന്നതാണ്, ഒരു സേവനവും ഇല്ല. അതെഴുതി യാതൊരു ഒരു സേവനത്തിനും അല്ല ഇത് കൊടുത്തേക്കുന്നത്. അത് CMRL സമ്മതിച്ചു. കാരണം CMRL സമ്മതിച്ചത് കൊണ്ടാണല്ലോ അവർ പിഴയടച്ചത് മുഴുവൻ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ച പണം അവരും കൊടുത്തു കേട്ടോ. അതിനൊക്കെ കർത്ത വളരെ മിടുക്കനാണ്. ആ കാശൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം കൊടുക്കും, ഒരു കുഴപ്പമില്ല. പിന്നെ കൈക്കൂലി കൊടുത്തൊക്കെ അതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കി, അതും കൂടെ നോക്കി. കാരണം ഇഷ്ടംപോലെ കൊണ്ട് തിന്നുകയാണ്. ഈ കേരളത്തിന് കിട്ടാനുള്ള കരിമണൻ്റെ കേരളത്തിൻ്റെ വകയാണ് അത് മുഴുവൻ കൊണ്ടുപോയി തിന്നിട്ടാണ് അതിൽ നിന്ന് കുറച്ച് ഇൻകം ടാക്സ് അതിൽ നിന്ന് അതും കൂടെ വെട്ടിക്കാൻ നോക്കിയതാണ്, നടന്നില്ല. അത്രയേ ഉള്ളൂ കാര്യം. ഇനി വേറെ ഏതൊക്കെ വെട്ടിപ്പൊക്കെ ഉണ്ടായി എന്നുള്ളത് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ശ്രീമതി വീണ തൈക്കണ്ടിയിലേക്ക് അന്വേഷണം നീളും എന്ന് അവർക്ക് ഏതാ 2 കമ്പനിയിലായി, അതായത് CMRLായി, KSIDCയിലും വന്നു. പിന്നെ ഇനി വരേണ്ടത് എക്സാലോജിക്കാണ്. ഇപ്പോൾ എക്സാലോജിക്ക് ഗവൺമെൻറ് ആക്കി വെച്ചപ്പോൾ 1% കമ്പനി ആകുമ്പോൾ അതിന് മുഴുവൻ ഉത്തരവാദിത്വം ഉള്ളത് ശ്രീമതി വീണ തൈക്കണ്ടിയില്ല ആണ് പോകുന്നത്. ഇനി അവരെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒന്നീ ക്ലിഫ് ഹൗസിലോട്ട് പോകണം, കാരണം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടൊപ്പം അവർ താമസിക്കുകയാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടായിട്ട് വരും. അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ മന്ത്രിമന്ദിരത്തിലേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലുണ്ടായിട്ട് വരും. ഇവിടെ ഏതെങ്കിലും മന്ത്രിമന്ദിരത്തിലേക്ക് ഏതായാലും ഇവർ കടന്നു ചെല്ലുക എന്ന് പറയുന്നതിന് വലിയ താമസമൊന്നുമില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ താമസം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം അവിടെ അങ്ങ് വഴിക്ക് നിർത്താനായിട്ട് ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം ചെയ്തു. അത് ആദ്യമേ തന്നെ ചോദിച്ചു, നിങ്ങളെന്തിനീ അന്വേഷണത്തിന് ഭയക്കുന്നത്? നിങ്ങളുടെ കൈകളല്ല ശുദ്ധമല്ലേ എല്ലാവരുടെയും? അപ്പം കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ അന്വേഷണത്തിന് പേടിക്കുന്ന എന്തിനാ? അന്വേഷണം പക്ഷെ അന്വേഷണം പാടില്ല, കൈകൾ ശുദ്ധമാണ്, അവിടോട്ടൊന്നും അന്വേഷണം പാടില്ല എന്നുള്ള ആ ഒരു ഇടപാടാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിന് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് KSIDCയെ കൊണ്ട് ഇത് കൊടുപ്പിച്ചത്. കാരണം മറ്റവർക്ക് 2 പേർക്കും ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളത് വെളിയിലായി. കാരണം എക്സാലോജിക്കിനും ഇല്ല, CMRLനും ഇല്ല. CMRL വലിയ കള്ളത്തരം കാണിച്ചാണ് ഈ പുറത്ത് വന്നത്, ഈ കാര്യം വെളിയിലോട്ട് വന്നത്. എക്സാലോജിക്കാണെങ്കിൽ ഇതുപോലെ കിക്ക് ബാക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നു, മാസാമാസം അത് നല്ല രീതിയിൽ കൈപ്പറ്റിക്കൊണ്ടിരുന്നതിൻ്റെ തെളിവ് മുമ്പ് പുറത്തു വന്നു. അത് ആ കമ്പനിയുടെ കഴിവോ അല്ലെങ്കിൽ ശ്രീമതി വീണ തൈക്കണ്ടിയുടെ കഴിവോ ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ എക്സാലോജിക്ക് പോലുള്ള ഇങ്ങനെയുള്ള ഒരു കമ്പനിയെ പിടിച്ച് ഇതുപോലുള്ള ഈ പണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം അത് ആർക്കെങ്കിലും പണം കൊടുത്താൽ മതി, കാര്യം തീർന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മതിയല്ലോ. ഒന്നിച്ചൊരു വലിയ എമൗണ്ട് കൊടുത്തു ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതുപോലെ മാസം ഇതുപോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിച്ച് കൊടുത്തത് PVക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് ആ രീതിയിലാണ്. അപ്പോൾ ഈ അന്വേഷണം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാം. ഈ അന്വേഷണം ശ്രീമതി വീണ തൈക്കണ്ടിയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും നീളാതിരിക്കാനുള്ള ഒരു വലിയ തത്രപ്പാടായിരുന്നു ഇവിടെ കാണിച്ചത് ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനും ഇനിയും വീണ്ടും വെച്ചിട്ടുണ്ട്, കേസ് തീർന്നിട്ടില്ല. ആ അഭിഭാഷകന് ഇനി ഹാജരാകുമ്പോഴും ഈ 25 ലക്ഷം രൂപ വീതം പൊതുജനങ്ങൾ കൊടുക്കണം. അത് കൊടുത്തോട്ടെ. കാരണം ഇവരെയൊക്കെ ഭരിക്കാനായിട്ട് തിരഞ്ഞെടുത്ത് മൃഗീയ ഭൂരിപക്ഷം കൊടുത്ത ജനങ്ങൾ ഇവിടെ ഉള്ളവന്മാരല്ലേ, ഇവരൊക്കെ അനുഭവിക്കട്ടെ, കൊടുക്കട്ടെ പണം. എൻ്റെതും പോവും ശകലം, സാരമില്ല, പോട്ടെ. ഇത് നമ്മളിന്ന് മനസ്സിലാക്കണം.
അപ്പോൾ ഇത് ആ CPM-ൽ തന്നെ ഉള്ള ഒരുപാട് ആളുകൾക്ക് ഇതിനോട് വളരെ അമർഷമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ലെറ്ററുകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഉള്ളടക്കമൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയൊക്കെ സമ്മതിക്കുന്നിടത്തോളമുള്ള കാര്യങ്ങളാണ് ഈ എഴുതി വരുന്നത്. കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടമുണ്ട്. കാരണം നമ്മുടെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ ഇതുപോലുള്ള അലിഗേഷൻസ്, ആരോപണങ്ങൾ പിടിച്ചു വെക്കുന്നല്ലോ. എന്നിട്ട് ആരോപണങ്ങൾ വരുമ്പോൾ അത് അന്വേഷിക്കാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്യും. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി അതിനെ പുറത്തോട്ട് അത് കമ്പനി, ശ്രീമതി വീണ തൈക്കണ്ടിയിൽ കമ്പനി തുടങ്ങിയ എങ്ങനെയാണെന്നോ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ അവരും ഒക്കെ പറയുന്നതൊക്കെ ശരിയായിട്ട് ആളുകൾ ധരിച്ചോട്ടെ. കാരണം എന്തെങ്കിലും ഒരു കാര്യം പറയണമല്ലോ, പറഞ്ഞോട്ടെ. അപ്പോൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. നമുക്കൊക്കെ നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊരിപ്പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ ജനങ്ങളെ എന്ത് പറഞ്ഞാൽ പറ്റിക്കാൻ വയ്യാത്തതെന്നൊരു സിനിമ ചോദിക്കുന്നത് കേട്ട്. ആ ജനങ്ങളെ എന്ത് പറഞ്ഞാൽ പറ്റിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെ, ഈ പറ്റിക്കപ്പെടാനായിട്ട് നിൽക്കുന്ന ജനങ്ങളുണ്ട്, അവരെ എന്ത് പറഞ്ഞു വേണമെങ്കിലും പറ്റിക്കാം. ആ രീതിയിലേക്കും ഇപ്പോൾ ഒരു പുതിയ കഥ അങ്ങ് മെനഞ്ഞെടുക്കും. ഞങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നും പറഞ്ഞാണ് ആ രീതിയിലാണ് ഇനി പോകുന്നത് കേട്ടോ. ഇതെല്ലാം അത് മറ്റവർ ചെയ്യുന്നതാണ്, ഇവർ ചെയ്യുന്നതാണ്, രാഷ്ട്രീയ പകപോക്കലാണ് ഇത്. ഏതായാലും ഇവിടെ എന്തോ പകപോക്കലെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ പേരെഴുതി വന്നു. ഈ പേരെഴുതി വന്നേക്കുന്ന ആളുകളെല്ലാം ബുദ്ധിമുട്ടിലാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരിയായ രീതിയിൽ ഇതിനെ നടപടിയെടുത്താൽ അത് ബാക്കി ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഇത്തരത്തോളം ഇത് പലപ്പോഴും കള്ളപ്പണം വെളുപ്പിക്കാനൊക്കെ ഉള്ള മാർഗമായിട്ട് മാറിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ സീരിയസ് ഫ്രോഡ് അന്വേഷിക്കുന്ന ഏജൻസി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവരത് നല്ല രീതിയിൽ അന്വേഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അവർ KSIDCയിൽ ഒരു തവണ നടത്തും. ഇനി വീണ്ടും KSIDC തന്നെ ബാക്കി അന്വേഷണം. ഇന്നലെ അവിടുത്തെ സെർച്ച് നിർത്തിവെച്ചെങ്കിൽ പോലും വീണ്ടും തുടങ്ങും. അവർ ആദ്യം CMRL പോയി, ഇനി രണ്ടാമത് KSIDC വന്നു, ഇനി മൂന്നാമത് പോകേണ്ടത് എക്സാലോജിക്ക്, അതായത് ശ്രീമതി വീണ തൈക്കണ്ടിയിലേക്കാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒതുക്കി വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി സമയോചിതമായിട്ട് അതിനകത്ത് ഒരു തീരുമാനമെടുത്തു. കാരണം നിങ്ങൾ ഭയക്കേണ്ട കാര്യം എന്താ, അന്വേഷണം തടസ്സപ്പെടുത്താൻ ഒക്കത്തില്ല. അത് അന്വേഷിക്കല്ലേ, അന്വേഷിക്കട്ടെ. അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? കൈകളെല്ലാം ശുദ്ധമല്ലേ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല, അന്വേഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ.